നമസ്കാരം. ലൈംഗികാധിക്ഷേപവും ബോഡി ഷെയ്മിംഗും നടത്തി എന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരുന്നു. 5 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ ബോബി ചെമ്മണ്ണൂരിന് ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഈ സംഭവം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. സംഭവത്തിൽ ഹണി റോസിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. എന്നാൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്ത് ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചും ചിലർ രംഗത്തെത്തിയിരുന്നു. ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വറും ഓൾ കേരള മെൻസ് അസോസിയേഷനുമെല്ലാം ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചിരുന്നു. ഇപ്പോഴിതാ താൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പുതിയ കടയുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഹണി റോസ് പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെയും ബോബി ചെമ്മണ്ണൂർ അനുകൂലികൾ വിദ്വേഷ കമന്റുകൾ ഇടുകയാണ്. പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ആൻഡ് മൊബൈൽസിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തിന് താൻ എത്തുന്നു എന്നറിയിച്ചുകൊണ്ട് ഹണി റോസ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഇതിന് താഴെയാണ് വിദ്വേഷ കമന്റുകൾ നിറയുന്നത്. ആരും ഉദ്ഘാടനത്തിന് വരില്ല എന്നും ഒറ്റയ്ക്ക് ഉദ്ഘാടനം ചെയ്താൽ മതി എന്നുമാണ് പലരും കമന്റുകൾ പറയുന്നത്. ആ കട അധികം വൈകാതെ പൂട്ടിപ്പോകുമെന്നാണ് മറ്റൊരാളുടെ കമന്റ്. ഏതോ പാവത്തിന് ജയിലിൽ കിടക്കാൻ യോഗമുണ്ട്, ആ ഷോപ്പ് സമാധിയായി, അന്തസ്സുണ്ടെങ്കിൽ ആരും പോകരുത് എന്നിങ്ങനെ തുടരുന്നു കമന്റുകൾ. ആണത്തമുള്ള ഒരുത്തനും കാണില്ല നിന്റെ ഉദ്ഘാടനം കാണാൻ, അഥവാ ഉണ്ടേൽ അത് കൂവാനായിരിക്കും. ആ കട 8 നിലയിൽ പൊട്ടട്ടെ എന്നും ആശംസിക്കുന്നു എന്നാണ് പ്രൊഫൈലുകളിൽ വരുന്ന കമന്റുകൾ. ജനങ്ങൾക്ക് ഉപകാരമുള്ള ബോബി സാറിനെ പോലുള്ളവർ നാടിനാവശ്യമാണ്. നാടിനൊരു ഉപകാരവുമില്ലാത്തവർ ഉദ്ഘാടനം ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക. പാവങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് ഇവളല്ല, ബോബിയാണ്. അപ്പോൾ ഈ കടയുടെ കാര്യം ഒരു തീരുമാനമായി. ആരും പോകാതിരിക്കരുത്, പക്ഷേ അവിടുത്തെ സാധനം വാങ്ങരുത് എന്നാണ് മറ്റു ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചത്. സമാനമായ കേസുകളിൽ ഉൾപ്പെടരുതെന്നും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടാമെന്നടക്കമുള്ള ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണമെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നുമൊക്കെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.